വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഞങ്ങൾ സ്റ്റിച്ചിങ് ഏതായാലും അതിൻ്റെ കൂടെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യാത്തവർക്കും ഒക്കെ ചെയ്യാം. പക്ഷേ എഡിറ്റിംഗ് ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളുടെയും മരുമക്കളുടെയും പിന്നാലെ നടക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ചെയ്യാത്തതാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഒരുപാട് വീഡിയോസ് കണ്ട് അതിൽ നിന്നൊന്നും മനസ്സിലാവാനായിട്ടാണ് ആ രീതിയിൽ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. കൈൻ മാസ്റ്റർ, വീഡിയോ മേക്കർ, അങ്ങനെ 2 ആപ്പുകൾ നമ്മുടെ ഫോണിൽ നിർബന്ധമായിട്ട് വേണം. ഇത് സാധാ ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഏത് ഫോണിലും നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഈസി ആക്കുന്ന 2 ആപ്പുകളാണ് വീഡിയോ മേക്കർ, കൈൻ മാസ്റ്റർ. ഇത് 2 നമുക്ക് പ്ലേ സ്റ്റോറുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ 2 ആപ്പുകൾ എല്ലാവരും ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് ഞാനിതാ ഇതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുക. ഇതിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആണ് ഇതിൽ കാണിക്കണത്. ഇനി തമ്പനയിൽ സെറ്റാക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. മൊത്തത്തിലുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ക്ലിയർ അല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒന്നും കൂടെ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാ സ്ക്രീൻ റെക്കോർഡാണ്. ഞാൻ ഈ റൗണ്ട് ഇട്ടതാണ് വീഡിയോ മേക്കർ ആപ്പ്. അപ്പോൾ അത് വീഡിയോ മേക്കറിന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫീഡ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ആപ്പ് വരും. ഈ ഒരു ചിഹ്നം ശ്രദ്ധിച്ചാൽ മതി. അതിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ വരും. അതിലിതാ ഞാൻ റൗണ്ട് ചെയ്ത മുകൾ ഭാഗത്ത് കാണുന്നില്ലേ, ആ ഒരു റൗണ്ട് ചെയ്ത ന്യൂ പ്രോജക്റ്റ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അതിൽ വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിൽ എടുത്തു വെച്ച വീഡിയോസുകൾ വരും. നമ്മൾ ആദ്യം വീഡിയോ എടുത്തു വെക്കണം, അതിന് ശേഷമാണ് ഇത് എഡിറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു ഏതെങ്കിലും ഒരു വീഡിയോ, നമ്മൾ എടുത്ത് വെച്ചൊരു വീഡിയോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ തൽക്കാലം ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ റൗണ്ട് ഇട്ട ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു. നമുക്കിഷ്ടമുള്ള ഏതായാലും കുഴപ്പമില്ല. വേറൊരു വീഡിയോയിൽ ഫോണിൽ വീഡിയോ ആയിട്ട് എടുത്തിട്ട് ക്ലിയർ ആവാത്തതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ചെരിഞ്ഞിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കാണുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവാമെന്ന് വെച്ചിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയാണ് വരിക. ആദ്യം തന്നെ ഞാൻ ഈ റൗണ്ട് ചെയ്ത രീതിയിൽ എന്ത് ചെയ്യുക, സൗണ്ട് ഒഴിവാക്കാണ്ട്. ഈ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിൽ പല സൗണ്ടുകളും ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് സൗണ്ട് ഒഴിവാക്കാനുള്ള സൗണ്ട് അതിൽ കിടന്നോട്ടെ എന്ന് വെക്കുകയാണെങ്കിൽ ഇത് ഓഫാക്കേണ്ട ആവശ്യമില്ല. ഞാനിത് വോയിസ് ഓവർ പിന്നീട് കൊടുക്കാറാണ് പതിവ്. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഈ സൗണ്ട് ഓഫ് ചെയ്തിടും. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ ഇതാ ഞാൻ ഈ റൗണ്ട് ചെയ്ത് ഈ റെക്കോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇതാണ് വരിക. അതിൽ ഈ റെഡ് റെക്കോർഡ് മോഡൽ കാണുക, അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ സ്പീക്കർ ഓണായി. ഇനി നമ്മൾ എന്ത് പറഞ്ഞാലും അത് ആ വീഡിയോയിൽ ഉണ്ടാവും. അത് ഓണായി എന്നുള്ളതിൻ്റെ തെളിവ് ഇതാ ഇങ്ങനെ അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ആ ഒരു ബ്ലൂ കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വീഡിയോൻ്റെ അടിഭാഗത്ത് കേട്ടോ. ആ ടൈമിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് വീഡിയോയിൽ റെക്കോർഡാവും. ഇപ്പോൾ സൗണ്ട് ഓഫ് ചെയ്യാനും പഠിച്ചു, വീഡിയോ റെക്കോർഡ് ചെയ്യാനും നമ്മളിപ്പോൾ പഠിച്ചിട്ടോ. എന്നിട്ട് അടിയിലുള്ള ഈ ശരി, ഈ ടിക്കിട്ട ഈ ശരി ഇതാ അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളത് സേവ് ആവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അത് വീണ്ടും പോവും. ആ ഒരു ടിക്ക് ഭാഗം പ്രസ് ചെയ്താൽ മാത്രമാണ് അത് പോവുക. ഇനി അടുത്തത് നമുക്ക് വീഡിയോയിൽ ഏതെങ്കിലുമൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണം എന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ അഥവാ നമ്മൾ വോയിസ് ഓവർ ഒന്നും കൊടുക്കാതെ വെറും മ്യൂസിക് ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യണം. ഇപ്പം ഞാൻ ഈ റൗണ്ട് ഇട്ട മ്യൂസിക് എന്നുള്ള അതെടുക്കുക. ഇതിൽ ഇങ്ങനെ വരുമ്പോൾ ആദ്യമേ ലോക്കൽ മ്യൂസിക് എന്ന് അടിച്ചാൽ നമ്മളെ ഫോണിൽ സേവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ മ്യൂസിക് വരും. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പുറത്ത് കാണുന്ന എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്നുള്ള അത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ വീഡിയോകൾ വരും ഗാലറിയിലുള്ള. എന്നിട്ട് അതിൽ നിന്ന് യൂസ് എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് നമ്മളെ ഗാലറിയുള്ള വീഡിയോൻ്റെ മ്യൂസിക് മാത്രം നമ്മളെ വീഡിയോയിൽ വരും. അപ്പോൾ ഈ യൂസ് എന്നുള്ള അടിച്ചു കൊടുത്താൽ വീഡിയോയിലേക്ക് ആ സോങ് വന്ന് ഇനി നമ്മൾ ബാക്ക് എന്നുള്ളത് അടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അത് സേവ് ആവില്ല. ഈ അടിഭാഗത്ത് വരുന്ന ഈ ബാക്ക് എന്നുള്ളത് അടിച്ചു കൊടുക്കുക. ഒന്നും കൂടെ ബാക്ക് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സ്റ്റിക്കർ എന്നുള്ള ഇത് വന്നാൽ നമ്മളെ വീഡിയോയിൽ നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും സ്റ്റിക്കറോ അതല്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് എന്നുള്ള സ്റ്റിക്കറൊക്കെ വരണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റിക്കർ എന്നുള്ളത് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്താൽ അത് നമ്മളെ വീഡിയോയിൽ വരും. ഞാൻ ഈ സബ്സ്ക്രൈബ് എന്നുള്ളത് അടിച്ചു കൊടുത്ത് അപ്പോൾ നമ്മളെ വീഡിയോയിൽ അത് വന്ന് ഇനി ആ ടിക്ക് ഇട്ടെടുത്ത് ആ ഭാഗം അടിക്കുക. ഇതിൻ്റെ ഇങ്ങനെ ആ ഒരു പച്ച ഇത് കാണുന്ന അതിൻ്റെ അറ്റത്ത് അടിച്ചു കൊടുത്ത് അങ്ങനെ വീഡിയോ എൻഡ് എന്ന് വരും. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കേണ്ടത് വരെ ആ ഒരു സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി ഈ ടി എന്നുള്ള അതിൽ
ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കിങ്ങനെ ടെക്സ്റ്റ് ചെയ്യാനുള്ളത് വരും. ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ആ മലയാളം എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് മാറ്റിയാൽ മറിക്കൊക്കെ ചെയ്യാം. ഇപ്പോൾ മലയാളമാണ് ഓൾറെഡി കിടക്കേണ്ടത്, അപ്പോൾ ഇംഗ്ലീഷ് ആക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇംഗ്ലീഷ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ തൽക്കാലം ഇവിടെ സുറുമി ബ്രോസ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ വന്നു. അതിനിപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ മധ്യഭാഗത്താണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, ആ ഒരു ഇതങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ നീക്കി കൊടുത്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അത് മാറ്റി കൊടുക്കുക. അതിലിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം. ഇനി അത് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാതെ ഈ അടിഭാഗത്ത് കാണുന്ന ഈ കളർ വെച്ചിട്ട് അത് മാറ്റി കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തൊരു സ്റ്റാർ പോലെ കാണുന്നില്ല, അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഇങ്ങനെ അക്ഷരങ്ങൾ ഇങ്ങനെ മായിഞ്ഞിങ്ങനെ വന്നുകൊണ്ടും അക്ഷരങ്ങളിങ്ങനെ മിന്നി തിളങ്ങിക്കൊണ്ടൊക്കെ നിൽക്കും. ഇതാ ശരി എന്നുള്ള ഇതാക്കി കൊടുത്താൽ വീഡിയോ എൻ്റെ അടിച്ചു കൊടുത്താൽ അവസാനം വരെ ഈ സുറുമി ബ്രോസ് എന്നുള്ളത് കാണും. ഇനി വീഡിയോ ഇങ്ങനെ നമുക്കിങ്ങനെ അങ്ങനെ അനങ്ങി കളിക്കുക, അതുപോലെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മിന്നിത്തിളങ്ങുക, അങ്ങനെ പല എഫക്റ്റുകളും ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഈ സ്റ്റാർ ബട്ടണിൽ ഈ എഫക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് മോഡലുള്ള എഫക്റ്റുകൾ വരും. നമുക്ക് ഏതാണ് അതിൽ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ആ ബാക്ക്ഗ്രൗണ്ടിന് ഏതാണ് ഒക്കുന്നത് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് ഇതിൽ വരും. എന്നിട്ട് അടിഭാഗത്തുള്ള ആ ടിക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ എഫക്റ്റ് നമ്മളിതിൽ വരുള്ളൂ. ഇത് കണ്ടപ്പോൾ ഇങ്ങനെ നമ്മളെ വിൻഡോ ഇങ്ങനെ ഇളകി കളിക്കും. അതല്ലെങ്കിൽ ഇനി വേറെ രീതിയിൽ ഇങ്ങനെ മഞ്ഞ് പെയ്യണ പോലെ തീ കത്തണ പോലെയൊക്കെ ഉള്ള എഫക്റ്റുകളുണ്ട്, മാറി മാറി പല കളറുകളിൽ വരുന്നത്. അതെല്ലാം ചെയ്ത് കൊടുക്കുക. ആ ഒരു കാര്യത്തിനാണ് ഈ എഫക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അത് വേണമെങ്കിൽ ചെയ്താൽ മതി, അതൊക്കെ നമ്മളെ താല്പര്യം പോലെയാണ്, നിർബന്ധമുള്ള സംഭവങ്ങളല്ല. ഇനി നമുക്ക് വീഡിയോക്ക് നമ്മളെടുത്ത ഫോണിൽ വലിയൊരു ക്ലിയർ ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ, ഒന്നും കൂടി വീഡിയോ ഒന്നും കൂടെ ക്ലിയർ ആവണമെന്ന് തോന്നുകയാണെങ്കിൽ ഇത് എഫക്റ്റിൽ നമ്മളൊന്നും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഡിലീറ്റിൻ്റെ അടയാളത അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എഫക്റ്റ് ഡിലീറ്റ് ആവും പോവും. ഞാൻ അവിടെ നിന്നോട്ടെ എന്ന് വെച്ചിട്ട് ടിക്ക് ഇട്ട് കൊടുത്തു. അതുകൊണ്ട് ആ എഫക്റ്റ് വീഡിയോ വരുമ്പോൾ അതിലുണ്ടാവും. ഫോണൊന്ന് ചരിച്ച് പിടിച്ചിട്ട് വേണം നിങ്ങൾ വീഡിയോ കാണാൻ കേട്ടോ. ഇങ്ങനെ കണ്ടാലും മനസ്സിലാവായികയൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു ഫോൺ മോള് കേടാക്കി, അത് ഇതുവരെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെയും ഓരോരുത്തരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഇതാ ഇനി വീഡിയോൻ്റെ ക്ലിയർ കൂട്ടാനുള്ളതാണ്. അടിഭാഗത്ത് കാണുന്ന ഈ ഫിൽറ്റർ എന്നുള്ള അതിൽ അടിച്ചു കൊടുത്താൽ ഇതാ ഇതുപോലെ ഒരുപാട് വിൻഡോകൾ വരും. അത് പല വീഡിയോക്ക് പല തരത്തിലാണ് വരിക. അപ്പോൾ ഓരോന്നും അങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഏത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ വീഡിയോ ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അത് ഓക്കെ എന്ന് അടിച്ചു കൊടുക്കുക. ഇനി 100% എന്നുള്ള ഈ വരയിൽ ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതാ സംഭവമായിട്ട് തോന്നണമെന്ന് വെച്ചാൽ അത് ചെയ്യുക. എന്നിട്ട് ഓക്കെ എന്ന് അടിച്ചു കൊടുത്താൽ ഇങ്ങനെ വരും. ഇതിൽ ഈ 720 എന്നുള്ളത് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് വരും. അതിന് ശേഷം അടിഭാഗത്തുള്ള സേവ് അടിച്ചു കൊടുക്കുക. നമ്മളെ വീഡിയോ സേവ് ആയിട്ട് നമ്മളെ ഗാലറിയിൽ വരും. വീഡിയോ മേക്കറിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഇനി ഈ അടിഭാഗത്തുള്ള ഈ ഒരു സൗണ്ടാക്കി കുറക്കാനുള്ള ഒരു റൗണ്ട് ഇട്ടാൽ അത് ചെയ്താൽ നമുക്ക് വീഡിയോ സ്ലോ ആക്കാനും പറ്റും. ഈ കൈൻ മാസ്റ്ററിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കുക. ഈ 16:9 എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ വീഡിയോൻ്റെ റേഷ്യോ. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ഗാലറി ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൽ നമുക്ക് ഏത് വീഡിയോ ആണ് എടുക്കേണ്ടതെന്നുള്ളത് ഇതിലുണ്ടാവും. അപ്പോൾ ആ വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ എന്നിട്ട് മുകളിലുള്ള ആ ടിക്ക് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് ഫോൾഡറാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ കൈൻ മാസ്റ്ററിൽ പല ഫോൾഡറുകളായിട്ടാണ് വരിക, ഒന്നാകെ വരില്ല വീഡിയോ മേക്കറിലെ പോലെ. ഒന്നും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നുക വീഡിയോ മേക്കറിലാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ കൈൻ മാസ്റ്റർ ഉള്ളെങ്കിൽ ഇങ്ങനെ ചെയ്യുക. വേണ്ട വീഡിയോസുകളൊക്കെ ഇങ്ങനെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് മുകളിലത്തെ ടിക്ക് അമർത്തുക. ഇപ്പോൾ അതാ അങ്ങനെ വന്ന് ഇതിൽ ഈ സൈഡ് ഭാഗത്ത് കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സൗണ്ട് കുറക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള വോയിസ് ഓവറിനൊക്കെ ഇതിൽ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം എക്സ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ വീഡിയോ നമ്മുടെ ഇതിൽ സേവ് ആയി. ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വീഡിയോയുടെ തമ്പനെയിൽ മേക്കർ, തമ്പനെയിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്, വീഡിയോ പെട്ടെന്ന് ക്ലിക്കായി കിട്ടാൻ വേണ്ടതൊക്കെ അടുത്തടുത്ത വീഡിയോകളിലായിട്ടിടുക. ഒന്നായിട്ട് ഒരുപാട് നേരം പറയുമ്പോൾ നിങ്ങളാരും അത് ശ്രദ്ധിക്കണില്ല. പിന്നെ അതെങ്ങനെ ഇതെങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ യൂട്യൂബേഴ്സായിട്ടുള്ള നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് ചോദിക്കുക. അത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരമാവും. പിന്നെ നൈറ്റി മെറ്റീരിയൽ വന്നിട്ടുണ്ട്. വേണ്ടവരൊക്കെ വേഗം വരിക. നമ്പറൊക്കെ മറ്റുള്ള ഷോർട്സുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. പിന്നെ നെക്ക് ഡിസൈൻസും വന്നിട്ടുണ്ട്. ഷിബില്ലാത്ത നെക്ക് ഡിസൈൻസ് ചോദിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആവശ്യക്കാരായിട്ടുള്ളവരാണെങ്കിൽ വേഗം വരിക. കൂടെ 3 എരുവിൻ്റെ ബിറ്റുണ്ട്.